പുന്നമടയിൽ കാരിച്ചാലാണ് വീണ്ടും ജലരാജാവ് 70ാമത് നെഹ്റു ട്രോഫി ജേതാവായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടൻ തുടർച്ചയായ 5ാമതും 16ാം കിരീട നേട്ടവുമാണ് കാരിച്ചാൽ സ്വന്തമാക്കിയത്. 0.5 മൈക്രോ സെക്കൻഡിൽ വിയപുരം ചുണ്ടനെ കാരിച്ചാൽ മറികടക്കുകയായിരുന്നു. വലിയ ആവേശം അലതല്ലിയ മത്സരം. ഫോട്ടോ ഫിനിഷിൽ രണ്ടാമതെത്തിയ വിയപുരം ടീം അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ജഡ്ജസ് ഏകപക്ഷീയമായി തീരുമാനമെടുത്തെന്നാണ് വിയപുരം ബോട്ട് ക്ലബ്ബ് ആരോപിച്ചത്. വിവരങ്ങൾ നൽകാൻ നിഷ ചേരുന്നുണ്ട്. നിഷ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെയാണ് ഈ വിജയപരാജയങ്ങളൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് എടുക്കുക എന്നുണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ ഈ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഉണ്ടാകുന്ന ഒരു പരാജയം ഒന്നും സഹിക്കാനാകുന്നതായിരിക്കില്ല. അതുകൊണ്ടാണ് വിയപുരം ടീം അംഗങ്ങൾ ഇത്തരത്തിൽ ജഡ്ജസ് ഏകപക്ഷീയമായ തീരുമാനം എടുത്തുവെന്ന് BBC ബോട്ട് ക്ലബ്ബ് അങ്ങനെ ഒരു ആരോപണം മുന്നോട്ട് വെച്ചത്. എന്താണ് അവിടെ സംഭവിച്ചത്? ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഈ ഫൈനൽ മത്സരത്തിൽ 4 ചുണ്ടൻ വള്ളങ്ങൾ, അതായത് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഈ ഫൈനൽ മത്സരത്തിൽ 4 ചുണ്ടൻ വള്ളങ്ങൾ, കാരിച്ചാൽ, വിയപുരം, നടുഭാഗം, നിരണം, ഈ ചുണ്ടൻ വള്ളങ്ങളെല്ലാം ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് വിട്ട ആ സമയം മുതൽ തന്നെ വളരെ വലിയ ആവേശത്തിലായിരുന്നു. ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് ഉള്ള മത്സരമായിരുന്നു ഈ വള്ളങ്ങളുടേതെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ കണ്ടുകൊണ്ടിരുന്ന നമുക്ക് പോലും നമുക്കെന്നല്ല ഏതൊരു കാണിക്കും കൃത്യമായി ഏത് വള്ളമാണ് ഫിനിഷ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ പോലും ആദ്യം വിചാരിച്ചത് കാരിച്ചാലാണോ വിയപുരമാണോ എന്നുള്ളൊരു സംശയത്തിലേക്ക് പോലും പോയിരുന്നു. കാരണം 5 മൈക്രോ സെക്കൻഡിന്റെ മാത്രം വ്യത്യാസത്തിലാണ് ബോട്ട് 2 വള്ളങ്ങൾ ഫിനിഷ് ചെയ്തത്. കാരിച്ചാൽ 4 മിനിറ്റ് 29 സെക്കൻഡ്, 7, 8, 5 മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ വിജയകിരീടം നേടുമ്പോൾ 5 സെക്കൻഡിന്റെ മാത്രം വ്യത്യാസത്തിൽ, അതായത് 7-9-0 മൈക്രോ സെക്കൻഡാണ് ഈ ഒരു വിയപുരം 2ാം സ്ഥാനത്തായി പോയത്. എന്തായാലും ആർക്കും സംശയം തോന്നുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ ഫിനിഷ്, ആ ഫോട്ടോ ഫിനിഷ് ഇപ്പൊ വീണ്ടും അതൊന്ന് റിവൈൻഡ് ചെയ്ത് കണ്ടപ്പോൾ മാത്രമാണ് നമുക്ക് പോലും അത് മനസ്സിലായത്. എന്തായാലും അത്യന്തം ഉദ്വേഗം നിറഞ്ഞ മത്സരം തന്നെയായിരുന്നു ഫൈനൽ മത്സരം. ഈ ഹീറ്റ്സ് മത്സരങ്ങളിലടക്കം ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ തന്നെയായിരുന്നു ചുണ്ടൻ വള്ളങ്ങൾ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഹീറ്റ്സ് മത്സരം 3:30 തുടങ്ങിയപ്പോൾ മുതൽ ഉദ്വേഗത്തിന്റെ നിമിഷങ്ങളായിരുന്നു ഇവിടെ ആകെ ഉണ്ടായിരുന്നത്. എന്തായാലും ഒട്ടും ഇവിടെ ഇരിക്കുന്ന ഒരു കാണികൾക്ക് പോലും യാതൊരു തരത്തിലുള്ള ഒരു ഈ ഹീറ്റ്സ് മത്സരം ആവേശമായിരുന്നു. ആവേശം കൊണ്ട് അവർക്ക് മറ്റൊന്നും ചിന്തിക്കാനുള്ളൊരു സമയം പോലും കിട്ടിയില്ല. അത്രയ്ക്ക് രസം പകരുന്ന മത്സരങ്ങളായിരുന്നു ഈ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ മുതൽ ഉണ്ടായിരുന്നത്. എന്തായാലും ലക്ഷ്മി ചോദിച്ചതുപോലെ തന്നെ ഈ ഫോട്ടോ ഫിനിഷ് സെക്കൻഡ്, അതും മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് കാരിച്ചാലും വിയപുരവും തമ്മിൽ ഒരു ഫോട്ടോ ഫിനിഷിലൂടെ കാരിച്ചാല് നെഹ്റുവിന്റെ കയ്യൊപ്പുള്ള ആ വെള്ളിക്കപ്പ് സ്വന്തമാക്കുന്നത്. എന്തായാലും 16ാം തവണയാണ് തുടർച്ചയായി അല്ലെങ്കിൽ പോലും 16ാം തവണയാണ് കാരിച്ചാൽ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുന്നത്. നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി സ്വന്തമാക്കി എന്ന ആ ഒരു ക്രെഡിറ്റ് കൂടി കാരിച്ചാൽ ചുണ്ടൻ കൊണ്ടുപോകുന്നുണ്ട്. കാരിച്ചാൽ ചുണ്ടൻ 16ാം തവണ നെഹ്റു വെള്ളിക്കപ്പിൽ മുത്തമിടുമ്പോൾ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനും അഭിമാനിക്കാം. കാരണം കഴിഞ്ഞ തവണ തുടർച്ചയായി ഉള്ള വിജയമാണ് അവരുടേത്. കഴിഞ്ഞ തവണ വിയപുരത്തിലൂടെ നെഹ്റു ട്രോഫി സ്വന്തമാക്കുമ്പോൾ ഇത്തവണ അത് കാരിച്ചാലിലൂടെ സ്വന്തമാക്കി എന്നുള്ള നേട്ടമാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനുള്ളത്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കുട്ടനാട്ടുകാരുടെ സ്വന്തം ബോട്ട് ക്ലബ്ബാണ്. കുട്ടനാട്ടിലുള്ള ആളുകളുടെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ആവേശവും സ്വപ്നവും ഒക്കെ കാരിച്ചാലിലൂടെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. ഈ ട്രാക്കിലൂടെ, എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു പുന്നമടയിലെ ട്രാക്കിലൂടെ ട്രയൽ റൺ ഒക്കെ നടത്തുമ്പോൾ തന്നെ ഇവിടെ ഒരു വള്ളംകളിയുടെ പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിലാണ് ആളുകൾ തടിച്ചുകൂടി നിന്ന് അവരെ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. എന്തായാലും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിലൂടെ തുടർച്ചയായി കാരിച്ചാൽ 5ാം തവണയും വിജയകിരീടം നേടിയിരിക്കുന്നു. കാരിച്ചാൽ 16ാം തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുമ്പോൾ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിന് തീർച്ചയായും അഭിമാനിക്കാം. തുടർച്ചയായ 5ാം വിജയമാണ്. 5ാം തവണയാണ് BBC കപ്പടിക്കുന്നത്. കാരിച്ചാൽ ചുണ്ടൻ ജലരാജാക്കന്മാരായത് കപ്പടിച്ചത് ഫോട്ടോ ഫിനിഷിലാണ്. നിഷയും അഞ്ജനയും കൃഷ്ണരാജും അരുണുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.